ഡേറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ഇത്രയും ഒന്നാമത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകള് മമ്മൂട്ടി, മോഹൻലാലും, ഫഹദും, അതിപ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഡേറ്റ് ഒക്കെ കറക്റ്റ് ചെയ്യും. സാധാരണ ഒരു സിനിമ അല്ലേ ഇത്രയും സമയം എടുത്തല്ലോ, ഓക്കെ, ഒരു 1.5 കൊല്ലം ആയില്ലേ. ഈ അതിനുള്ളിൽ ഇങ്ങനെ അത്രയും സമയം എടുക്കും ഈ സിനിമ തീർത്തിയാക്കാൻ എത്ര ആൾക്കാരെ വെച്ചിട്ട്. കുറച്ചുകൂടി നേരത്തെ തീർന്നു പോയനെ. പക്ഷെ ചെറിയ ഐ തിങ്ക് എപ്പോൾ ഷൂട്ടിംഗ് ഫിക്സ് ചെയ്താലും ഐ തിങ്ക് എവറിബഡി വാസ് എങ്ങനെയെങ്കിലും ഡേറ്റ് കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ് എൽസ്. ദ സിൻസിയറിറ്റി ഓഫ് ഫിൽം മേക്കിംഗ് അത്രയും സിൻസിയറാണ്. ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഈ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ ഡേ ഇത് വേറെ ആരെങ്കിലും എടുത്തോളൂ, ഇതെടുക്കാം, സെക്കൻഡ് യൂണിറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു ചിന്തയുണ്ടാവും. മഹേഷ് ഈസ് സ്റ്റാൻഡിങ്, നെവർ സിറ്റിംഗ്, addressing every issue from the അവിടെ ദൂരത്ത് നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് തൊട്ട് എല്ലാം he is watching and doing, and his effort is so relentless. I think that ആ ഒരു സിൻസിയറിറ്റി നമ്മൾ എപ്പോഴും കാണാറില്ല. So when you are in a very sincere environment, everybody wants to come, going to take the extra effort in coming. I think ആ ഒരു സൗഹൃദം I could feel inside the set. ഒരു ഡയറക്ടർ, ഫോട്ടോഗ്രാഫർ, ആക്ടറായിട്ട് വന്ന് നിൽക്കുകയാണെങ്കിലും ഈ ഏരിയയിലൊക്കെയാണ് കണ്ണും മനസ്സും ഒക്കെ അല്ലേ. അതെ, ചിലപ്പോൾ നമ്മള് ചുറ്റും നടക്കുന്ന നല്ല കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. ഇറ്റ് മേ ബി 1 or 2 ജോയിന്റ്സ് കാരണം കൊണ്ടാണ് ഈ ഇത്രയും സ്മൂത്തായി നടക്കുന്നത്. ഇറ്റ്സ് ടേക്കിംഗ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് ലോട്ട് ഓഫ് എഫേർട്ട്, ബട്ട് വിത്ത് എ ലോട്ട് ഓഫ് ലവ്. സാധാരണ ഒരു ആക്ടേഴ്സ് അവിടെ നിൽക്കുമ്പോൾ അവർക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ചിന്ത ഉണ്ടാവില്ല. പക്ഷെ രാജു സാർ നിൽക്കുമ്പോൾ അങ്ങനെയല്ല. ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്, എഫേർട്ടിനെ കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ച്, അതിന്റെ ടെക്നിക്കൽ സൈഡ്, ഇതൊക്കെ പോകും. അത് പോസിറ്റീവ് ആയിരുന്നു, നെഗറ്റീവ് ആയിരുന്നു? ചില സമയങ്ങളിൽ നമുക്ക് പറയാൻ എവിടെ വരയ്ക്കും വരും. മീൻസ് വേണ്ട, കൺട്രോൾ, രാജീവ് മേനൻ കൺട്രോൾ, നിന്റെ ജോലി ഇവിടെ ആക്ടിങ് ആണ്, നീ ചെയ്താൽ മതി എന്നുണ്ടോ. അത് കണ്ടുകൊണ്ട് മഹേഷ് ചിലപ്പോൾ പറയും, സാർ എന്താ പറയണേ, അയാൾക്ക് മനസ്സിലാവും. സോ there are times we will tell, പക്ഷേ it is a director's medium. You have to understand that, and there are no 2 directors on a set. ശരി, അപ്പൊ ഇനി അടുത്ത പടം ചെയ്യുമ്പോൾ ആക്ടേഴ്സിനോട് ഇത്രയും കടുത്ത നില സ്വീകരിക്കില്ല എന്ന് വിചാരിക്കാം. കണ്ടുകൊണ്ടേ നമുക്ക് ഈ ആവർത്തിച്ച് പറയുമ്പോഴത്തോളം ബുദ്ധിമുട്ട് കൊണ്ടാണ്. അത്രയും ആസ്വദിച്ച് കണ്ടൊരു സിനിമ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആക്ച്വലി നമുക്ക് ഇങ്ങനെ അതിലേക്ക് ഒരു ഡാൻസ് പ്രോഗ്രാമിന് ശേഷം എൻ്റർ ചെയ്യുന്നൊരു സമയമില്ലേ, ഇങ്ങനെ വീഴാൻ പോകുന്നത് പോലത്തെ ഒരു സീൻ, അയ്യോ അങ്ങനെ ഒരു ഏക്കം നമുക്ക് വരും, ഇങ്ങനെ പോയി പിടിക്കാൻ തോന്നില്ലേ. അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. ആക്ച്വലി അജിത്ത് അവിടെ നിൽക്കുന്നു, ഐശ്വര്യ റോയ് അവിടെ നിൽക്കുന്നു, ബോൾഡായിട്ട് കാസ്റ്റ് ചെയ്ത് തന്നെ. പറയാതെ പോകും, നിങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ പറയാതെ പോകാൻ കഴിയില്ല. ഞാനിത് പറയുന്നത് എങ്ങനെയാണ് എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ പേറ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ ആണല്ലോ. പക്ഷെ ആ സിനിമ അതൊരു ഗിഫ്റ്റ് എന്ന നിലയ്ക്ക് മാത്രം കാണാൻ പറ്റും. കൾട്ട് സിനിമയായി മാറി. അത് ആൾക്കാർ സൺ ടിവിയില് തിരിച്ച് കാണിക്കുന്ന കാരണം കൊണ്ട് കണ്ടുകൊണ്ടേൻ ഹാസ് എ ലൈഫ് ഫാർ ഇൻ എക്സസ് ഓഫ് തെലുഗും ആൾക്കാർ കാണുന്നു. നമുക്കിടെ ആ മെയിൻ ഡയലോഗ്സ് പച്ചക്കൻ ദേവതൈ അതിപ്പോ ട്രെൻഡിങ് ആണ്. മോഹൻലാൽ ജോയിൻ ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു? ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ പറയാൻ പറ്റുന്നില്ല. കോമ്പിനേഷൻ ഉണ്ട്. ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻസ് ഭയങ്കര രസകരമാണ്. കാരണം അതില് ലാലേട്ടന്റെ കാലിന് ചെറിയൊരു പ്രശ്നം വന്നു. പുള്ളി ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഒക്കെ പിടിച്ചാണ് നടക്കുന്നത്, സപ്പോർട്ടോടുകൂടിയാണ് നടക്കുന്നത്. അപ്പോൾ പല ഷെഡ്യൂളുകൾ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് പിന്നെ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അടുത്ത ഷെഡ്യൂൾ വരുന്നത്. ആ ഷെഡ്യൂളിൽ ഷോട്ട് എടുക്കാൻ പോകുന്നു, എല്ലാം റെഡി ആയിട്ട് ഇരിക്കുന്നു. ഇപ്പം ലാലേട്ടനുണ്ട്, ഞാൻ തൊട്ട് പുറകെയുണ്ട്. ഒരു ഡോർ തുറന്ന് മമ്മൂക്കെ കാണാൻ കയറുന്നൊരു ഷോട്ടാണ്. അപ്പോൾ എല്ലാവരും റെഡി, ഓക്കെ. മഹേഷ് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് ലാലേട്ടൻ എന്നോട് ചോദിക്കുകയാണ്, മോനെ എൻ്റെ ഏത് കാലിലാണ് കുഴപ്പം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞേ ഇല്ലില്ല, ചുമ്മാ ചോദിച്ചാൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പുള്ളി. അപ്പം അങ്ങനെ ഭയങ്കര ലൈറ്ററായിട്ട് സിമ്പിളായിട്ട് ഒരു ഷോട്ടിന് തൊട്ട് മുമ്പ് വരെ നിൽക്കുന്ന ആള്. പക്ഷെ വൺസ് ഹീസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആസ് എൻ ആക്ടർ ഈസ് എ ഡിഫറെന്റ് ഗൈ, ഈസ് ദാറ്റ് ക്യാരക്ടർ. പുള്ളിക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിട്ടല്ല, മടിയാക്കാൻ വേണ്ടി ചോദിച്ചത്. എന്തായിരുന്നു നമുക്ക് ഒരു സുഖം അല്ലേ, ഒരു രസം, ചുമ്മാ മോനെ എന്ന് പറയൂല്ലേ. പിന്നെ ഈ ശരിക്കും എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ആഫ്റ്റർ 40s എൻ്റെ ഒരു ഫാൻ ബോയിങ് മൊമെന്റ്സ് ആയിരുന്നു വിത്ത് ദീസ്
എല്ലാവരും കൂടി നിൽക്കുന്നത് അല്ലേ? ശരിയാണ്, എനിക്ക് മനസ്സിലാവും. എല്ലാവരും ഇത്രയും എങ്ങനെയാണ് മാനേജ് ചെയ്തത്? അല്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ കുഞ്ഞു മനുഷ്യരായപ്പോ തൊട്ട് ഇവരുടെ ഒക്കെ കൂടെ ഓരോ സെറ്റിൽ പോയി നിൽക്കുന്നതല്ലേ? സീൻസ് ഉണ്ട്. എന്റെ കൂടെ ഞാൻ കുറച്ചുകൂടെ കൂടുതലുള്ളത് ഓ, അല്ലേ? ഉറപ്പായിട്ടും. ഞാനൊരു കാഴ്ച കേട്ടെ, ഇപ്പം മമ്മൂക്ക ഹരികൃഷ്ണൻസ് ചെയ്യുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ ഫാസിൽ സാറിന്റെ കൂടെയൊക്കെ സിനിമ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഇദ്ദേഹത്തൊക്കെ കണ്ടുപരിചയമുണ്ടോ? ഈ ചെറിയ കുട്ടിയായിട്ട് അവിടെ വന്ന് നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര എന്താ പറയാ, ഹോട്ട് കേക്കായിട്ട് നിൽക്കുന്ന സമയത്താണ്. ഫഹദിനെ കണ്ടിട്ടുണ്ടോ? ഫഹദ് അവിടെ നേരത്തെ പടത്തിൽ ഷൂട്ടിങ് ഈ ചെറിയ കുട്ടിയായിട്ടിരിക്കുമ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? പിന്നെ അത് അവരെല്ലാരും ഉണ്ടല്ലോ, 4 മക്കളും ഇല്ലേ? ഈ അതിന്റെ ആദ്യത്തെ പടത്തിലും നമുക്കില്ലായിരുന്നു അല്ലേ? ആദ്യത്തെ പടത്തിന് ഞാനുണ്ട് ഗസ്റ്റ് റോൾ. ഗസ്റ്റ് റോളിലുണ്ട് അല്ലേ? ഓക്കെ. ഈ അല്ല അതല്ല, ഇപ്പൊ ഈ മറ്റേ നമ്മുടെ അപ്പൂസൊക്കെ നടക്കുമ്പോ അവനാ ക്രൗഡിൽ കണക്കാണ്. അപ്പൊ ഇവരൊക്കെ എങ്ങനെ കാണുന്നത്? ഇവരൊക്കെ കാണുമ്പോൾ ഒരു ഫീലിംഗ് എന്താ? എനിക്ക് അല്ല ചാക്കോച്ചൻ അന്ന് സെറ്റിലേക്ക് ഒന്നും വരില്ലായിരുന്നോ? അല്ല ചെറുതിലേ ഒന്നും? സിനിമയിൽ അഭിനയിക്കും, ഞാനൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ചാക്കോച്ചൻ സിനിമയിലുണ്ട്. അല്ല സെറ്റിലൊക്കെ വരും? അല്ലല്ല, നമ്മൾ ആ പടത്തിൽ നിന്ന് ചെറുപ്പത്തിൽ കണ്ടിട്ടില്ല. ഇല്ല, അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഞാനൊക്കെ ചാക്കോച്ചന്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ സിനിമയിലില്ല. ഇതാകെ കട്ട് ചെയ്യോ? ഇത് എന്താ ഇവിടെ പറയണേ? എന്താ ഇവിടെ നടക്കുന്നേ? അല്ല ഫഹദ് ഫാസിലും അവരൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് ഞാൻ. ആ, ചാക്കോച്ചനെ കുട്ടിക്കാലത്ത് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല? ഇല്ല ഇല്ല. കണ്ടിട്ടുണ്ട്. എവിടെ? തീരം നടന്ന സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടില്ലേ? ആണോ? ഉദയുടെ അഭിനയിച്ചിട്ടുണ്ടോ? അല്ല, അന്നേരം അവിടെ വന്ന് നിന്നിട്ടുണ്ടെന്നാ? അന്ന് അവിടെ നിന്ന് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ. അത് ചെറിയ കാര്യങ്ങള്. അല്ല ശ്രദ്ധിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ഞാനിപ്പോ ഫാദറിന്റെ കൂടെ ഒന്നും ഞാനും അങ്ങനെ അധികം ലൊക്കേഷനുകൾ പോകാറുമില്ലായിരുന്നു. സ്കൂള് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ വന്നില്ല. അതെ. ഇതിനു മുമ്പ് അതിനകത്ത് നസീസാറൊക്കെ ഉള്ളൊരു പടമാണ് തീരം തേടുന്ന തിര എന്ന് പറഞ്ഞിട്ട്. ഇവരുടെ പ്രൊഡക്ഷനിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം സ്കൂളിനെ പറ്റി ആയിരിക്കും. ഒരു സമാധാനത്തിൽ നമുക്ക് പറയാം, അതിലാണ് നമ്മൾ പറയേണ്ട. അതെ അതെ, ഇതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ വിഷമിക്കണ്ട, ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സിനിമ ഒരു വലിയ സിനിമയാണ്. ഇത് കുറച്ച് പുതിയ കാര്യങ്ങളും പുതിയ രീതികളും മലയാള സിനിമയിൽ കൊണ്ടുവരും. ഇതൊരു വലിയ വിപണി ഉണ്ടാക്കും, ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കും. നമ്മളൊരു സിനിമ വരുന്നതിന് മുൻപ് തന്നെ ഇങ്ങനത്തെ കുറച്ച് ചർച്ചകളൊക്കെ വരുന്നതിനെ സിനിമയുടെ ഭാഗമായിട്ടിരിക്കുന്നവരെങ്ങനെയാ കാണുക? അതിന്റെ ബഡ്ജറ്റ് ഭയവും ആശങ്കയും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഈ പറയുന്ന പോലെയൊക്കെ നടന്നാലേ ഇതൊക്കെ നടക്കുള്ളൂ. ഇത് നമ്മളാരെയും കയ്യിലില്ല. നമ്മളിതിനങ്ങ് തോക്കിന്ന് പോയ ബുള്ളറ്റ് പോലെ എവിടെ പോയി കൊള്ളുന്നു പറയാനൊക്കെ ഉള്ളൂ. എണ്ണം വെച്ചാലും ആളുകളുടെ ഇടയിലേക്കാണ് സിനിമ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സിനിമ ആവണം, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു സിനിമയാകണം, അല്ലെങ്കിൽ അവരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സിനിമയാണ്, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന സിനിമയാണ്. ഇത് എന്തെങ്കിലും ഒന്നുണ്ടായില്ലെങ്കിൽ ഇതിലേതിൽ വരും പാട്രിയറ്റ്? ഇത് സന്തോഷിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും എക്സൈറ്റ് ചെയ്യുന്നൊക്കെ ഒരു സിനിമ തന്നെ. ചിന്തിപ്പിക്കുകയും അതുകൊണ്ട് അതാണെങ്കിൽ കൂടെ ചിന്തയാണ്. നമ്മളൊന്ന് ചില ഓർമ്മപ്പെടുത്തലുകൾ, ചില മുൻകരുതലുകളൊക്കെ എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഈ സിനിമ അവരെ പ്രേരിപ്പിച്ചേക്കാൻ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ടെക്നോളജിയിൽ ഒരുപാട് കാലത്ത് എഴുന്നേക്കും മുതൽ ഉറങ്ങുന്നവരെ നമ്മൾ ഏതെങ്കിലും ടെക്നോളജിക്ക് വിധേയരാണ്. അപ്പോൾ അത് എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദ്രോഹങ്ങൾ ഉണ്ടാകാൻ വഴിയുണ്ട് എന്നൊക്കെ കൂടെ ഈ സിനിമ പറയുന്നുണ്ട്.